മൈഗ്രെയിൻ തലവേദന അടിക്കടി ഉണ്ടാകുന്നതുകൊണ്ടാണോ ഞാൻ ഇത്രയും ദേഷ്യപ്പെടുന്നത്, അതോ അടിക്കടി ദേഷ്യപ്പെടുന്നതുകൊണ്ടാണോ എനിക്ക് തലവേദന ഉണ്ടാകുന്നതെന്ന് ഒരുപാട് രോഗികൾ നമ്മളോട് ചോദിക്കാറുണ്ട്. ഒരുപക്ഷെ പല ഭർത്താക്കന്മാരും ഭാര്യമാരിൽ നിന്ന് കേട്ടിരിക്കാവുന്ന ഒരു എക്സ്ക്യൂസ് ആണ്, എനിക്ക് ദേഷ്യം വരുന്നത് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ടാണ്, മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെടുമെന്ന് അറിയില്ലേ എന്നെല്ലാം പറഞ്ഞ് ദേഷ്യപ്പെടുന്നതിന്റെ ഒരു എക്സ്ക്യൂസ് ആയിട്ടും ഒരുപക്ഷെ മൈഗ്രെയിൻ രോഗത്തെ കാണുന്നവരുമുണ്ട്. കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം വന്നത് എന്ന് ചോദിക്കുന്നത് പോലെ ദേഷ്യമാണോ മൈഗ്രെയിൻ ആണോ ആദ്യം വന്നത്, അതല്ലെങ്കിൽ എന്താണ് ഏതിനാണ് കാരണമാകുന്നത് എന്നൊന്നും നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഒരു 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത് എന്നുള്ളതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചേക്കാം. ഒന്നാമതായിട്ട്, ദേഷ്യപ്പെടുന്ന വ്യക്തികളുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് തന്നെയാവാം ഒരു ഷോർട്ട് ടെമ്പേർഡ്നെസ് അല്ലെങ്കിൽ അമിതമായിട്ട് ദേഷ്യപ്പെടുക എന്നുള്ളത്. രണ്ടാമതായിട്ട്, സപ്രസ്ഡ് ഇമോഷൻസ്. പണ്ട് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള വിഷമങ്ങളോ അതല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ട്രോമകൾ അനുഭവിക്കുന്ന വ്യക്തികളോ ഇവയൊന്നും ഷെയർ ചെയ്യാൻ സാധിക്കാതെ, ഇവയൊന്നും ആരോടും പങ്കുവെക്കാൻ സാധിക്കാതെ സപ്രസ് ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ അത് അടക്കി വെക്കുകയും ഉള്ളിൽ വിഷമിച്ച് വിങ്ങി നടക്കുന്നതുമായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും ഇത് ദേഷ്യമായിട്ട് പുറത്തു വരുന്നതായിട്ട് കാണാറുണ്ട്. മൂന്നാമതും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പെയിൻ സപ്രഷൻ എന്നുള്ളതാണ്. വളരെ കാലമായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള രീതികൾ വേദന അനുഭവിക്കുകയും ആ വേദന അനുഭവിക്കുന്നതോടൊപ്പം തന്നെ കുടുംബത്തിൽ നിന്നും മറ്റു വ്യക്തികളിൽ നിന്നും ഉള്ള അകൽച്ചയും അവഗണനയും അനുഭവിക്കുന്ന ആളുകളിൽ പൊതുവെ ആങ്കർ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. കാരണങ്ങൾ എന്തു തന്നെ ആയാലും ഒരു കൃത്യമായിട്ടുള്ള രോഗനിർണയവും ചികിത്സയും ലഭിക്കുന്നതോടൊപ്പം തന്നെ ആ വേദന മാറ്റിയെടുക്കുക എന്നുള്ളതോടൊപ്പം തന്നെ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റും അതല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഒരുപക്ഷെ ഇത്തരത്തിൽ അമിതമായിട്ട് ദേഷ്യപ്പെടുന്ന ആളുകൾ അത് പിന്നീട് റിഗ്രറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ കുറ്റബോധവും വിഷമവും വരികയും ആ വിഷമങ്ങൾ വീണ്ടും തലവേദനയിലേക്ക് തന്നെ നയിക്കുന്ന ഒരു സൈക്കിളിലേക്ക് പോകാറുമുണ്ട്. ഇത്തരത്തിൽ തലവേദനയോടൊപ്പം ദേഷ്യം വരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ താഴെ കമന്റ് ചെയ്യുമല്ലോ.